നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി കവർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മദ്യപാനികളായ ആളുകൾ പലപ്പോഴും ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈശോ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം. ഈശോ അത് ചെയ്തത് മാത്രമല്ല, മാതാവ് അതിന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അച്ഛന്മാരാണെങ്കിൽ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് വീഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് മദ്യം ഒരു ന്യായീകരിക്കാവുന്ന കാര്യമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ ഈശോ ചെയ്ത ഈ ആദ്യത്തെ അത്ഭുതം, പ്രത്യേകിച്ച് 7 അത്ഭുതങ്ങളാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതമായിട്ട്, ആദ്യത്തെ അത്ഭുതമായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം, ഇതിന് കൂടുതലായ അർത്ഥങ്ങളുണ്ട്. ബൈബിളിലെ ഓരോ വാക്കും വളരെ പ്രസക്തമാണ്. ഒരു കല്ല് കയ്യാലിക്ക് അടർത്തിയെടുത്താൽ അതിന് പ്രസക്തമായിട്ട് ഉള്ളതാണ് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഓരോ വാക്കുകളും പ്രത്യേകമായിട്ട് അർത്ഥപൂർണമാണ്. ഇവിടെ ഈശോ ഇവിടെ അത്ഭുതത്തെ പറ്റി ആദ്യം പറയുന്നത് 3-ാം ദിവസം എന്നാണ്. എന്താണ് ഈ 3-ാം ദിവസത്തിന്റെ പ്രത്യേകത? അതായത് യോഹന്നാൻ സുവിശേഷം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് തന്റെ സുവിശേഷം ആദ്യം രേഖപ്പെടുത്തി തുടങ്ങുക. 1-ാം ദിവസം എന്ന് പറയുന്നത് ഇവിടെ സ്നാപക യോഹന്നാന്റെ അടുക്കലേക്ക് ജെറുസലേമിൽ നിന്ന് യഹൂദന്മാർ വന്നിട്ട് ചോദിക്കുന്നു, നീയാണോ മിശിഹ എന്ന് ചോദിക്കുന്നു. മിശിഹ പിന്നെ നീ എന്തുകൊണ്ടാണ് ഞാൻ സ്നാനം നൽകുന്നത്? അതിന് ഞാനല്ല മിശിഹ എന്ന് യോഹന്നാൻ സുവിശേഷകൻ അല്ലെങ്കിൽ യോഹന്നാൻ മാന്താന പറയുന്നതാണ് 1-ാം ദിവസം. 2-ാം ദിവസം എന്ന് പറയുന്നത് ഈശോ യോഹന്നാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഈശോ ജനങ്ങളോട് പറയുന്നു, ഇവനാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 3-ാം ദിവസം എന്ന് പറയുന്നത് ഇവിടെ ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ അന്ത്രയോസിനോട് മറ്റൊരു ശിഷ്യനോടുമായിട്ട് തന്റെ കൂടെ ഉള്ളവരോട് പറയുന്നു, ഇവനാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇവനെ അനുഗമിക്കാൻ പറയുന്നു. ഇനി വേറൊരു ദിവസം വീണ്ടും 4-ാം ദിവസം ഈശോയുടെ ശിഷ്യന്മാരായിട്ട് അന്ത്രയോസും അതുപോലെ തന്നെ ബർത്തലോമിയായും നഥാനിയേലും ഈശോയെ അനുഗമിക്കുന്നു. അതിനുശേഷം 3-ാം ദിവസം എന്നാണ് പറയുക. അപ്പോൾ 7-ാം ദിവസമാണ്. 7-ാം ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ പൂർണ്ണ വരുന്നത് വിശദീകരിക്കപ്പെട്ട 7-ാം ദിവസമാണ്. അവിടെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ വരുമ്പോൾ ആ 3-ാം ദിവസം എന്ന് പറയുന്നത് അന്ത്രയോസും അതുപോലെ തന്നെ ബർത്തലോമിയായും ഈശോയെ അനുഗമിച്ചതിന് ശേഷമുള്ള 3-ാം ദിവസമാണ്. എന്നാൽ ഈ 3-ാം ദിവസത്തിന് പിന്നെ വേറൊരു അർത്ഥമുണ്ട്. അതായത് ദൈവം സൃഷ്ടികർമ്മം നിർവഹിച്ചപ്പോൾ ഓരോ ദിവസവും പറഞ്ഞിരിക്കുന്നു, ദൈവം പറയാണ് നന്നായിരിക്കുന്നു. എന്നാൽ 3-ാം ദിവസം 6-ാം ദിവസവും ദൈവം പറയുന്നുണ്ട് വളരെ നന്നായിരിക്കുന്നു, ഗുഡ് എന്നാണ് പറയുക, വളരെ നന്നായിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ട് യഹൂദന്മാര് 3-ാം ദിവസമാണ് വിവാഹം നടത്തിയിരുന്നത്. 3-ാം ദിവസം എന്ന് പറയുമ്പോൾ
ശാബതം കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ദിവസം, ഞായറാഴ്ച ഒന്നാം ദിവസം, തിങ്കളാഴ്ച രണ്ടാം ദിവസം, ചൊവ്വാഴ്ച മൂന്നാം ദിവസം. അതുകൊണ്ട് യഹൂദന്മാര് വിവാഹത്തിന് എടുക്കുന്നത് ഈ മൂന്നാം ദിവസമായ ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് അങ്ങനെ ആ മൂന്നാം ദിവസം കാനായില് ഒരു വിവാഹം വിരുന്ന് നടക്കുന്നു. ഇനി ഈ കാനായെ കുറിച്ച് പറയുന്നത് ഗലീലയിലെ കാനായ എന്നാണ്. എന്തുകൊണ്ടാണ് ഗലീലയിലെ കാനായ എന്ന് പറയുന്നത്? അതിന്റെ കാരണം വേറെയും കാനായുണ്ട്. ഉദാഹരണമായിട്ട് കോട്ടയം ജില്ലയിലെ കിടമ്പൂരുണ്ട്, എന്നാൽ അങ്കമാലിക്കടുത്ത് വേറെ കിടമ്പൂരുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ടൈഗർ സിലോന്റെ അടുത്തുമുണ്ട് വേറെ ഒരു കാന. അതുകൊണ്ടാണ് ഗലീലയിലെ കാനായ ഇത് ചരിത്ര സംഭവമാണ്. അവിടെ എവിടെയാണ് നടന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുന്നത് മറിയം എന്നുള്ളതല്ല, മറിയം ആ വിവാഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയല, മറിച്ച് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതിന് കാരണം നമുക്കറിയാം, നമ്മളൊക്കെ പ്രായം ചെന്ന ആളുകൾ, നമ്മളെക്കാൾ പ്രായം ചെന്നവരെ ആരെയും നമ്മൾ പേര് വിളിക്കാറില്ല. ചേട്ടനെന്നോ ചേച്ചിയെന്നോ. അല്ലെങ്കിൽ ചിലരോട് ചോദിക്കും എത്ര വയസ്സായി, കാരണം എന്നേക്കാൾ പ്രായം മൂത്തതാണെങ്കിൽ ഞാൻ അവരെ പേര് വിളിക്കുകയില്ല. അത് നമ്മുടെ ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് തന്റെ അമ്മയായി കണക്കാക്കിയ മറിയത്തെ കുറിച്ച് യോഹന്നാൻ ഒരിക്കലും മറിയം എന്ന് രേഖപ്പെടുത്തുന്നില്ല, എപ്പോഴും യേശുവിന്റെ അമ്മ എന്നാണ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചിലർ പറയും ഈശോ അവിടെ വന്നപ്പോൾ ഈശോയുടെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ വന്നു, അതുകൊണ്ടാണ് അവിടെ വീഞ്ഞ് തികയാതെ പോയത്. അല്ല, ഇവിടെ യോഹന്നാൻ പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, യേശുവും അവന്റെ ശിഷ്യന്മാരും ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കാരണം മറിയത്തെ ക്ഷണിച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം മറിയവും ഈശോയും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് കാനാ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമവാസികളെ മുഴുവൻ വിവാഹത്തിന് വിളിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണല്ലോ, നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിലാണെങ്കിൽ ആ ഗ്രാമവാസികളെ മൊത്തം ആൾക്കാരെ എല്ലാം കല്യാണത്തിന് വിളിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഈശോയെയും മറിയത്തെയും ഒക്കെ ആ വിവാഹത്തിന് വിളിച്ചിരുന്നു. ഇനി വിവാഹം എന്നുള്ളത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ആദിയിൽ ദൈവം പുരുഷനെ സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബാക്കിയെല്ലാം സൃഷ്ടിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കിയിട്ട് പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും ആദ്യമായി തന്നെ വിവാഹത്തെ ദൈവം തന്നെയാണ് ആശീർവദിക്കുന്നത്. വധുവായിട്ടുള്ള ഹവ്വായെ വരനായിട്ടുള്ള ആദാമിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് തന്നെ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹത്തെ ഏറ്റവും പവിത്രമായിട്ടാണ് യഹൂദ ജനതയും ഇന്നും നമ്മൾ കാണുക. അതിന് മൃഗങ്ങൾക്ക് വിവാഹമില്ല, മനുഷ്യർക്ക് മാത്രമാണ് വിവാഹം എന്നുള്ള ഒരു കാര്യം ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈശോയെ തന്റെ ആദ്യത്തെ അത്ഭുതത്തിൽ, തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് വിവാഹത്തിലാണ്. അത് വിവാഹത്തിന്റെ പവിത്രതയെ കാണിക്കുകയാണ്. എന്തിനാണ് മനുഷ്യർക്ക് മാത്രം ഈ വിവാഹം വെച്ചിരിക്കുന്നത്? മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ സംരക്ഷണം ആവശ്യമായിട്ടുള്ളത്. ഇണയും തുണയുമായിട്ടാണ് മനുഷ്യനെ ദൈവം സ്ത്രീപുരുഷന്മാരായി വിവാഹത്തിലൂടെ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇണയും തുണയുമാകുന്നതിന് പകരം പരസ്പര ശത്രുക്കളായി മാറുവാനും ഭിന്നിക്കുവാനും വഴക്കുണ്ടാക്കുവാനും ഉള്ളതല്ല വിവാഹ ജീവിതത്തിലെ ദമ്പതികളുടെ ജീവിതം. മറ്റൊന്ന്, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് അവർ സ്വയം പര്യാപ്തമാകും. എന്നാൽ മനുഷ്യർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാര് പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തുകയും സംരക്ഷിക്കുകയും ദൈവത്തിനും മനുഷ്യർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ധാർമ്മികമായി ആത്മീയമായി പരിശീലനം കൊടുക്കുകയും വേണം. പ്രായം ചെന്നു കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം മക്കൾക്കും ഉണ്ട്. അങ്ങനെ പരസ്പരം ഇണയും തുണയുമായിട്ട് ദമ്പതികളും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും മക്കളും വളരുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സന്യാസമോ അല്ലെങ്കിൽ പൗരോഹിത്യമോ ഒക്കെ ആകുന്നതിന് മുൻപ് തന്നെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ഉദാശയായിട്ട് വിവാഹത്തെ പവിത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ വിവാഹ വിരുന്നില് എന്തുകൊണ്ടാണ് വീഞ്ഞ് വിളമ്പുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ അവർ വീഞ്ഞില്ല എന്ന് നയം കണ്ടുപിടിക്കുന്നത് തന്നെ മാതാവ് അകത്ത് കൂടുതൽ ബന്ധമുള്ളവരായതുകൊണ്ട് മാതാവിനെ സംബന്ധിച്ചൊരു കൺസേൺ ആയി അവിടെ വീഞ്ഞ് തരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ യഹൂദന്മാർ വീഞ്ഞിന് പ്രാധാന്യം കൊടുത്തിരുന്നത്? നമുക്കറിയാം, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം കൃഷി ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നവും മുന്തിരിയായിരുന്നു. മുന്തിരി ചെടികൾ ഹോളി ലാൻഡിൽ ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് മുന്തിരി ധാരാളം വിളവുണ്ടാകുമ്പോൾ അത് സമൃദ്ധിയുടെ ദൈവാനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം അവിടെ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് 12 ചാരന്മാരെ അയച്ചപ്പോൾ അവിടെ നിന്ന് സാമ്പിളായിട്ട് അവർ കൊണ്ടുവന്നത് 2 പേര് കൂടി എടുത്താൽ മാത്രം പോകുന്ന വലിയ മുന്തിരിക്കുലയുമായിട്ടാണ്. അതിന്റെ അർത്ഥം അവിടെ ധാരാളം ഫലഭൂയിഷ്ടമായ മണ്ണാണ് എന്നുള്ളതാണ്. അപ്പോൾ അതില് ഈ മുന്തിരി ചെടിയിൽ നിന്നുള്ള മുന്തിരിച്ചാറ് ഉപയോഗിച്ചാണ് ആദ്യത്തെ കുർബാന അർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഒരു പുരോഹിതനായിരുന്ന മെൽക്കീസേദെക്ക്, സെലേമിന്റെ അല്ലെങ്കിൽ ജെറുസലേമിന്റെ പുരോഹിതനും രാജാവുമായിരുന്ന സെലേം
അബ്രാഹവുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ബലിയർപ്പിച്ചത് ഈ അപ്പവും വീഞ്ഞുമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈശോ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഈശോ രാജാവും പുരോഹിതനുമായിരുന്നു എന്ന് പറയുക. ഇനി യഹൂദന്മാർ അവരുടെ ദേവാലയങ്ങളിൽ ബലിയർപ്പിച്ചിരുന്ന ഓഫർ ചെയ്തിരുന്ന പല ഐറ്റംസിൽ ഒന്ന് വീഞ്ഞായിരുന്നു. പെസഹ ആചരണത്തിലും അവര് അന്ന് നിന്നും വീഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. ആ വീഞ്ഞ് ഉപയോഗിച്ചാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് അവര് പെസഹയ്ക്ക് ഉപയോഗിക്കുന്ന 4 ഗ്ലാസ് വീഞ്ഞുണ്ടാവും. പിന്നെ എളിയ പ്രവാചകർക്ക് വേണ്ടിയിട്ട് വേറൊരു ഗ്ലാസ് വീഞ്ഞ് വെച്ചിരിക്കും. അത് അവരുടെ പാരമ്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈശോയും അതിൽ ഒരു വീഞ്ഞെടുത്താണ്, ഒരു ഗ്ലാസ് വീഞ്ഞെടുത്തിട്ടാണ് ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുക. ഇനി വീഞ്ഞിന് വിവാഹത്തിന് കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ പ്യൂരിഫൈഡ് വാട്ടറാണ് ഉപയോഗിക്കുക. അല്ലാതെ സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര അസുഖമുണ്ടാകും. നാട്ടിലൊക്കെ ആണെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ പൈപ്പിലെ വെള്ളം സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുക, ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ, പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ടാകും. പഴയ കാലത്ത് ധാരാളം സാംക്രമിക രോഗങ്ങൾ പകരുമ്പോൾ അതിനെ ഈ ബാക്ടീരിയയെ ഇല്ലാതാക്കണമെങ്കിൽ അതിന് കുറച്ച് വീഞ്ഞുകളെ ചേർത്ത് മിക്സ് ചെയ്യും. അത് 3% അല്ലെങ്കിൽ 50% വീഞ്ഞും കൂടി ചേർത്താണ്. അത് യൂറോപ്പിലെ ഒരു സിസ്റ്റമാണ്. വെള്ളത്തിന് പകരം അവര് ലഹരി കുറഞ്ഞ വീഞ്ഞ് കൊടുക്കുന്ന ഒരു രീതി. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ട്, നിന്റെ ഉദരരോഗത്തിന് നല്ലതാണ് അല്പം വീഞ്ഞും കൂടി നീ ചേർത്ത് കഴിക്കുക എന്ന്. കാരണം ഉദരരോഗത്തിലുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊബോട്ടിക് ഗുളികകളൊക്കെ കഴിക്കുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് വീഞ്ഞ് ലഹരി കുറഞ്ഞ ആ വീഞ്ഞ് എല്ലാ സദ്യകൾക്കും വെള്ളത്തിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് ഇല്ലാതായി കഴിഞ്ഞാൽ അത് ആതിഥേയന്റെ ശ്രദ്ധക്കുറവായി മാറും. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വലിയ വിവാഹത്തിൽ നിന്നാണ് അവർ നടക്കുക. ചിലർ കൂടുതൽ കഴിച്ചു കാണും, അല്ലെങ്കിൽ കണക്ക് കൂട്ടിയത് തെറ്റി കാണും. എന്തായാലും വീഞ്ഞ് തികയാതെ പോയപ്പോഴാണ് അത് അതിന്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് മാതാവ് ഈശോയോട് ആവശ്യപ്പെടുക. ഇനി വീഞ്ഞിന് 2 അർത്ഥമുണ്ട്. വീഞ്ഞ് എന്ന് പറയുന്നത് സന്തോഷം പകരുന്നതാണ്, അല്ലെങ്കിൽ വീഞ്ഞ് ദുഃഖമുള്ളതാണ്. നമുക്കറിയാം, സ്വീറ്റ് വൈൻ ഉണ്ട്, അല്ലെങ്കിൽ കമർപ്പുള്ള വീഞ്ഞുണ്ട് എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളെയാണ് അത് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഈശോ ഗെത്സമനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ പാനപാത്രത്തിലുള്ള വീഞ്ഞ് അത് ഒഴിവാക്കി തരണം. കാരണം ഇത് കയ്പ് നിറഞ്ഞ അല്ലെങ്കിൽ കവർപ്പ് നിറഞ്ഞ വീഞ്ഞാണ്, സഹനമാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ ഒത്തുകല്യാണത്തിന് നമ്മളൊക്കെ പാലുപഴമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം, മധുരം കൊടുക്കുന്നതിന് പകരം അവർ ഒരു പാത്രത്തിൽ നിന്ന് വരൻ വീഞ്ഞെടുത്തിട്ട് പറയുന്നു, ഇത് നീ കുടിക്കാൻ പറഞ്ഞു വധുവിന് കൊടുക്കുന്നു. അവിടെ അത് സ്വീകരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സുഖവും ദുഃഖവും നിന്നോടൊത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ അവര് വീഞ്ഞ് കുടിക്കുന്ന പതിവ് ഉണ്ടാവുക. അങ്ങനെ അതാണ് ഈ വിരുന്നിന് ഈ വീഞ്ഞ് ഉപയോഗിക്കുന്ന ആവശ്യമായിട്ട് വരുന്നത്. ഇനി മറ്റൊന്ന്, സാധാരണ ഇതിൽ ആൾക്കാർ പറയുന്നു സ്ത്രീയെ എന്നുള്ള വുമൺ എന്നുള്ള ഒരു അഭിസംബോധന ഈശോ മറിയത്തിനോട് മാതാവിനോട് പറയുന്നുണ്ട്. സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ന്. ആ സ്ത്രീ എന്നുള്ളത് ഒരു ബഹുമാനക്കുറവാണ്. അതിന് 2 കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കുമ്പോൾ ചില സംസ്കാരത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നീ എന്ന് നമുക്ക് പ്രായമുള്ള ഒരാളിനെ നമ്മൾ വിശേഷിപ്പിക്കുകയില്ല. സ്വന്തം അമ്മയെ നീ എന്ന് വിളിക്കുകയില്ല, അല്ലെ സ്ത്രീയെ എന്നൊന്നും നമ്മൾ വിളിക്കാറില്ല. ഒരു തമാശ വേണ്ടി ചിലപ്പോൾ പുള്ളിയെ വിളിച്ചതായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ വുമൺ എന്ന് വിളിക്കാറില്ല. പക്ഷേ യഹൂദ സംസ്കാരത്തിൽ ഹിബ്രു ഭാഷയിൽ പരിമിതമായ വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രായത്തിലുള്ളവരെയും വിളിക്കാം. കാരണം അതിന് ഒരു ഡിഫറൻസ് ഇല്ല. എന്നാൽ മലയാളത്തിലാകുമ്പോൾ അതിനെല്ലാം കൂടുതൽ വൊക്കാബുലറി ഉണ്ട്, കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. ഇനി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുർബാനയിൽ ചിലപ്പോഴൊക്കെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നീ എന്നുള്ള വാക്കുകൾ നമ്മുടെ കുർബാനയ്ക്ക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആരെയാണ് ഉദ്ദേശിക്കുക? പുത്രനായ ദൈവത്തെയാണ്. കാരണം പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ എന്ന് ഉപയോഗിച്ചാൽ പിതാവായ ദൈവത്തെയും, നീ എന്ന് ഉപയോഗിച്ചാൽ നിന്റെ എന്ന് ഉപയോഗിച്ചാൽ പുത്രനായ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മലയാള ഭാഷയുടെ പരിമിതി കൊണ്ടാണ് അല്ലെങ്കിൽ ആ വാക്കുകൾ ആ ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിശ്വസിക്കാനായിട്ട് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല നീ എന്നത് നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുക. എന്നാൽ വേറൊരർത്ഥമുള്ളത് ആദിയില് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിന് ശേഷം സ്ത്രീയും സാത്താനോട് പറയുന്നുണ്ട്, സർപ്പത്തോട് പറയുന്നുണ്ട്, നീയും
സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന ആ സ്ത്രീയാണ് ഈ സ്ത്രീ. അതും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടക്കുമ്പോഴും സ്ത്രീയെ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക. ഇനി ഈശോ പറയുന്നുണ്ട്, എന്റെ മണിക്കൂർ ഇതുവരെ ആയിട്ടില്ല, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. മണിക്കൂർ എന്റെ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈശോയുടെ വികാസാനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും സമയമാണ്. ഈശോ ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോ പെട്ടെന്ന് പ്രചാരത്തിലായി കഴിഞ്ഞാൽ ആളുകൾ ധാരാളം അത്ഭുതങ്ങൾക്ക് നേടുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരും. കൂടുതൽ നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും. കൂടുതൽ നന്മ ചെയ്യുന്ന അച്ഛന്മാർക്കും മെത്രാന്മാർക്കും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും. കൂടുതൽ നന്മ ചെയ്യുന്ന നല്ല സാമൂഹിക പ്രവർത്തകർക്കും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് ശത്രുത വർദ്ധിക്കും. പെട്ടെന്ന് എന്റെ വികാസത്തിന് സമയമാകും. അതാണ് ഈശോ പറയുക, എന്റെ മണിക്കൂർ ഇനി ആയിട്ടില്ല, ഇപ്പൊ തന്നെ തുടങ്ങണം. പക്ഷേ മറിയം നിർബന്ധിക്കുകയാണ്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കുടുംബത്തെ സഹായിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ അത് ചെയ്യുക. അതുകൊണ്ട് മറിയം അടിഞ്ഞാലോട് പറയുകയാണ്, അവൻ പറയുന്നത് എന്തായാലും നീ ചെയ്യുക. മറിയം നമ്മളോട് വളരെ പ്രാവശ്യമായിട്ട് പിന്നീട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇതാണ്, ഈശോ പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക. മറിയം അല്ല അത്ഭുതം പ്രവർത്തിക്കുക. മറിയം ഈശോ പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇനി അവിടെ എത്ര കൽപ്പനകൾ ഉണ്ടായിരുന്നു. എന്നാൽ വീഞ്ഞു പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാനല്ല ഈശോ പറയുക. കാരണം വീഞ്ഞു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ വളരെ കുറച്ച് വീഞ്ഞേ ഉണ്ടാവുള്ളൂ. എന്നാൽ കൽപ്പനകൾ എന്ന് പറയുന്നത് കാല് കഴുകാൻ വേണ്ടി, കൈ കഴുകാൻ വേണ്ടിയിട്ട് യഹൂദന്മാർ ഉപയോഗിക്കുന്ന റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളാണ്. അത് മണ്ണുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് വെട്ടിയുണ്ടാക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് പലതിലും പല അളവുകളാണ് കൊള്ളുക. അങ്ങനെയുള്ള കൽപ്പനകൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ ചെളിയിലൂടെയും പൊടിയിലൂടെയും നടന്നു വന്നു കഴിഞ്ഞാൽ പാദരക്ഷകൾ ഊരി വെച്ചിട്ട് കാല് കഴുകണം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വരുമ്പോൾ ഹിന്ദിയിൽ വെള്ളം വെച്ചിരിക്കും, പിന്നീട് അത് ബക്കറ്റിൽ വെള്ളമായി ആ ബക്കറ്റിൽ കപ്പ് വെച്ചിരിക്കും. നമ്മൾ ചെരുപ്പ് ഊരി കാല് കഴുകി തുടച്ച ശേഷമാണ്, അല്ലെങ്കിൽ ചവിട്ടുമത്തേക്ക് ചവിട്ടിയിട്ടാണ് നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ ആ കൽപ്പനകളിൽ വെള്ളം വെച്ച് പടിഞ്ഞാറുകൾ അതിഥികൾക്ക് കാല് കഴുകാനും കൊടുത്ത് കൊണ്ടാണ് അന്ത്യത്താഴ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. അങ്ങനെ പാദങ്ങൾ കഴുകിയിട്ട് വേണം നമുക്ക് കയറാൻ. അതിനുവേണ്ടി എംപി ആയിട്ടിരിക്കുന്ന 6 കൽപ്പനകളാണ് ഉപയോഗിക്കുക. മറ്റൊന്ന് യഹൂദന്മാര് ഓരോ കോഴ്സ് ഫുഡും മാറി മാറി കഴിക്കുമ്പോഴും അതിനിടയിൽ എല്ലാം അവർ കൈ കഴുകും. കാരണം ടേസ്റ്റ് മാറി മാറി അതതിന്റെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ കൈ കഴുകണം. അപ്പൊ അങ്ങനെ വല്ല നമ്മള് മീൻ കഴിക്കും, ഇറച്ചി കഴിക്കും, എല്ലാം കഴിക്കും, ഇതിനിടയ്ക്ക് കൈ കഴുകാറില്ല. അവര് അങ്ങനെയല്ല, ഓരോ കോഴ്സ് കഴിയുമ്പോഴും കൈ കഴുകും. അതിന് കാരണം വ്യത്യസ്തമായ ടേസ്റ്റുകൾ അനുഭവിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെയുള്ള 6 കൽപ്പനകൾ, അതില് 20-30 ഗാനം കൊള്ളുന്ന കൽപ്പനകളാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ 6 കൽപ്പനകളിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റി കഴിഞ്ഞാൽ 120 മുതൽ 180 ഗാലനും ഇടയ്ക്കുള്ള അത്ര വലിയ ക്വാണ്ടിറ്റി ഗാലനാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ വിശുദ്ധ വന്നപ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടായി, ആവശ്യത്തിലേറെ വീഞ്ഞ് അവിടെ ഉണ്ടാവുകയാണ്. അവിടെ ഈശോ പറയുന്നതാണ്, ഈ കൽപ്പനകളിൽ നിറയെ അതിന്റെ വക്കോളം വെള്ളം നിറയ്ക്കാനാണ് പറയുക. അതിന് കാരണം സമൃദ്ധി കാണിക്കാൻ വേണ്ടിയാണ്. അതായത് കൽപ്പനയിലേക്ക് കുറച്ചുകൊണ്ട് ഒഴിക്കാനല്ല, അതിന്റെ വക്കോളം നിറയ്ക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് ഈ 180ഓളം അല്ലെങ്കിൽ ഗാലൻ വെള്ളം വീഞ്ഞാക്കി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോ വരുമ്പോൾ ഉണ്ടാകുന്ന സമൃദ്ധിയാണ് അവരെ കാണിക്കുക. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾ ആദ്യം ആരെ കാണിക്കണം? പരിചാരകനെ കാണിക്കണം. ഈ പരിചാരകന് അവരാണ് കലവറക്കാരനെ കാണിക്കുമ്പോൾ അവനത് ടേസ്റ്റ് നോക്കി ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൻ പറയുകയാണ്, ഇത് ഏറ്റവും മേൽത്തരം വീഞ്ഞാണല്ലോ, ഇതെന്താ നീ ഇവരെ സൂക്ഷിച്ചു വെച്ചത്? കാരണം അവൻ അറിയത്തില്ലായിരുന്നു. ഏറ്റവും മേൽത്തരം വീഞ്ഞ് എന്ന് പറയുന്നത് മിശിഹ വരുമ്പോൾ എല്ലാം അതിന്റെ പൂർണ്ണതയിൽ ഏറ്റവും മേൽത്തരമായിരിക്കും എന്നുള്ള ആ പ്രവചനമാണ് പൂർത്തിയാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് മിശിഹായാണ് എന്നും വീഞ്ഞിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് മിശിഹ വരുമ്പോൾ ഉണ്ടാകുന്ന സമൃദ്ധിയും ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ നിറവും കാണിക്കുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. എന്നിട്ട് പറയുകയാണ്, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആദ്യമായിരുന്നു ഇത്. അതിലൂടെ ഈശോയുടെ മഹത്വം ആളുകൾക്ക് മനസ്സിലായി. കാരണം വധൂവരന്മാര്, ശിഷ്യന്മാര്, അതുപോലെ തന്നെ പരിചാരകര്, ആ വിരുന്നില് പങ്കെടുത്തവരെല്ലാവരും മനസ്സിലാക്കി ഈശോ മിശിഹായാണ്. കാരണം സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഈശോയെ കൂടുതൽ ആളുകൾ അറിയുവാനും ശിഷ്യന്മാര് അവരിൽ വിശ്വസിക്കുവാനും ഇടയായി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണാൻ ഒരു കാര്യം, ഈശോ ശൂന്യതയിൽ നിന്നല്ല വെറുതെ ജാലം കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ കുറച്ച് വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറയുകയല്ല, മറിച്ച് വെള്ളം നിറയ്ക്കാൻ പറയുന്നു. പരിചാരകർ അവരുടെ ജോലി ചെയ്യുമ്പോഴാണ്
അവിടെ വീഞ്ഞായി മാറുക. നമ്മൾ നമ്മുടേതായ ജോലികൾ നമ്മൾ ചെയ്യണം, ഈശോയുടെ നമ്മൾ സഞ്ചരിക്കണം. മറിയം പറഞ്ഞതുപോലെ അവൻ പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ അത്ഭുതങ്ങളും കൃപകളും നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അപൂർണതയിൽ, നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിൽ, നമ്മുടെ അയൽവാസ ശുശ്രൂഷകളിലെ പ്രതിസന്ധികളിൽ, നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിലെ പ്രതിസന്ധികളിലൊക്കെ ദൈവത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്, സമൃദ്ധി ഉണ്ടാകുന്നത്, ആനന്ദം ഉണ്ടാകുന്നത് നമ്മൾ ഇപ്രകാരം യേശുവിന്റെ വചനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും മാതാവിന്റെ മധ്യസ്ഥം തേടുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ കനായിലെ വിവാഹവിരുന്നിലൂടെ ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ മഹത്വത്തിൽ പങ്കുചേരാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈശോയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കും.